ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് കുറേ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് നമ്മുടെ ഈ നാടിൻ്റെ തന്നെ വലിയൊരു അഭിമാനമായ ദിവസമാണ്. ഇന്ന് നമ്മുടെ ഈ നാടിൻ്റെ പുതിയ സിറ്റിയുടെ ഇനാഗുറേഷൻ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ രാത്രിയൊക്കെയാണ് ഇനാഗുറേഷൻ്റെ ടൈമിംഗ് ഒക്കെ വരുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 5 ദിവസമായിട്ട് എൻ്റെ വീട്ടിൻ്റെ പുറത്തിറങ്ങിയില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, അവർ ഞങ്ങൾക്കുള്ള ഫുഡും പൈസയൊക്കെ അയച്ചു തന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞ്. അപ്പം ഞാൻ പിന്നെ ജിമ്മിൽ കിടന്ന് കുറേ വർക്കൗട്ടും അതൊക്കെ ആയിട്ട് അങ്ങ് കഴിച്ചു കൂട്ടിയല്ല, പിന്നെ എന്തോ ചെയ്യാൻ പറ്റും. അവർ തന്നെ ഫുഡൊക്കെ തരും കേട്ടോ. അപ്പോൾ ആ 5 ദിവസം അവർ ഭയങ്കരമായിട്ട് കുറേ നാൾ മുമ്പേ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മേയറൊക്കെ പറഞ്ഞിരുന്നത് ആദ്യം വീട്ടിൽ തന്നെ ഇരിക്കുക എല്ലാവരും. അപ്പോൾ മേയറും അവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ സിറ്റിയുടെ ബിൽഡിംഗ് ഒക്കെ ചെയ്യുകയും ബിൽഡിങ്ങിൻ്റെ പ്ലാനൊക്കെ ചെയ്യുമായിരുന്നു അത്ര നാൾ. ഇപ്പം നമ്മുടെ സിറ്റി റെഡിയാണ്. അപ്പോൾ ലോഞ്ചിങ് ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിയാണ്. അപ്പം നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങിയിട്ട് രാത്രി വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ബ്ലാക്ക് സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈറ്റ് ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം ഫ്രണ്ട്സ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ടൈം ഏകദേശം 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ് നമ്മുടെ ടൈമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിഫൻഡറും നമ്മൾ മറ്റേ GTA 5 വേണ്ടി അടിയൊക്കെ കൂടി. അപ്പോൾ അതൊക്കെ കാണാൻ നമ്മുടെ വീടൊക്കെ ജപ്തിയൊക്കെ ആയി. ഇപ്പോൾ എൻ്റെ ഡിഫൻഡറൊക്കെ പോയി. ഞാനിപ്പോൾ ഒരു ഒമിനിയിലാണ്. അപ്പോൾ നമുക്ക് സിറ്റി എക്സ്പ്ലോറേഷൻ തുടങ്ങാം. ഒരു നല്ല വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് നമ്മുടെ വീട് തന്നെ ചുറ്റും. എൻ്റെ പൊന്നെ, അപ്പുറത്തൊക്കെ നോക്കി ഗൈസ്, ഭയങ്കര വലുതായി. നമ്മുടെ സിറ്റിയിൽ എന്തുകൂടെ ഇങ്ങനെയൊക്കെ അങ്ങ് വലുതാക്കാൻ മ്യൂസിക് ഫെസ്റ്റ്. നമുക്ക് പുറത്തിറങ്ങാം ഗൈസ്. ഇതെന്താണ് ഗൈസ്? ഗൈസ് ഇവിടെ എന്തുവാടെ? ബ്രേക്ക് ഇവിടെ എന്താണ്? റേസാ ഗൈസ്? ഇതെന്താണ്? അയ്യോ എൻ്റെ പൊന്നെ, ഒന്ന് നോക്കി ഓടിക്കുമോ? എൻ്റെ പൊന്നെ, ഇതെന്തുവാടെ ഇത്? കുറേ കമ്പിയും കഷ്ണവും എടുത്ത് വെച്ചേക്കുന്നേ. മനുഷ്യനെ ഓടിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ ഇത്. ചേട്ടാ, അത് ഇച്ചിരി ബാഡായിപ്പോയി. നമ്മൾ ഏൽപ്പിച്ചാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തതിന് അയ്യോ അയാൾ ഇടിച്ചതുകൊണ്ട് എൻ്റെ ഡോറും തുറന്ന് കിടക്കുന്നു. കുഴപ്പമില്ല, നമ്മളിനി എല്ലായിടത്തും പൊളൈറ്റായിട്ട് പെരുമാറണം. അല്ല, ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കൊന്ന് പുറത്തിറങ്ങി ഫുള്ള് സിറ്റി എക്സ്പ്ലോറേഷൻ വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെന്തുവാടെ ഇത് ഗൈസ്? ഇതെന്താണ് ഇങ്ങനെയൊക്കെ പണിഞ്ഞുകൂടി വെച്ചേക്കുന്നത്? എനിക്ക് തോന്നുന്നു അവരെന്തോ മെഗാ റാമ്പൊക്കെ പണിഞ്ഞപ്പോഴേ അതെല്ലാം കൂടി മിക്സപ്പ് ആയി പോയെന്നാണ്. നിങ്ങൾക്ക് ഈ സിറ്റി ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുത്തേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സെറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യാം ഗൈസ്. കുറേ പുതിയ എന്താണ് കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ്. എൻ്റെ പൊന്നി, ഇതെന്താണ് ഒരു വെയിറ്റ്. അയ്യോ, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ ഒരു ടൂളിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വേറെ കുറേ ഷോപ്പുണ്ട്. നമ്മുടെ NPC ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ എന്താണ്? ഇവിടെ പുതിയൊരു സംഭവം സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോ. നമുക്കിവിടെ കയറാം. എൻ്റെ അമ്മച്ചി ഗൈസ്, ഇവിടെ ആരാണ്ട് പണി ചെയ്തപ്പോൾ ഉള്ള സിമെൻറ്റിൻ്റെ കഷ്ണം എല്ലാം കൂടി തട്ടി ഞാൻ തലയും കുത്തി വീണ്. അപ്പോൾ അവിടെയൊക്കെ കയറാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മുടെ സിറ്റി ഇപ്പോഴും കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ മാക്സിമം ഗ്ലിച്ചൊക്കെ നിർത്താൻ നോക്കുവാണ് നമ്മുടെ സിറ്റി. കാരണം GTA 5 ആൾക്കാർ ഗ്ലിച്ചിൻ്റെ ബോംബൊക്കെ നമ്മുടെ സിറ്റിയിലോട്ട് ഇടുന്നുണ്ട്. ഗ്ലിച്ചിൻ്റെ ബോംബിൻ്റെ പ്രത്യേകത അറിയാലോ, നമ്മുടെ നോർമൽ ബോംബ് പോലൊന്നുമില്ല. ഗ്ലിച്ചിൻ്റെ ബോംബ് വീണാൽ ആ ഗെയിം തന്നെ സ്പോയിലായി പോകും. അയ്യോ എൻ്റെ പൊന്നെ, അയ്യോ എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നത്? ഇനോഗ്രേഷനായിട്ട് നേരെ ചെയ്യുന്ന വണ്ടി ഓടിച്ചൂടെ? അയ്യോ സോറി ചേട്ടാ, പക്ഷേ ഇതെന്താണ് എനിക്കിപ്പോൾ കണ്ണൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. നേരെ വണ്ടി ഓടിക്കാൻ വയ്യ. എല്ലാവർക്കും എന്തോ ഉന്മേഷമായിട്ട് പുതിയ സംഭവമൊക്കെ ആയി. ഇവിടെ മ്യൂസിക് ഫെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വീടങ്ങ് ഇടുങ്ങിപ്പോയത്. അയ്യോ നമ്മളെ മേത് മാഡം വിളിക്കുന്നു. ഹലോ മേത് മാഡം, എന്താ ഫ്രാങ്ക്ലിനെ? അയ്യോ ഞാൻ ഫ്രാങ്ക്ലിൻ അല്ല മാഡം, ഞാൻ ബാബുമോൻ ഫ്രാങ്ക്ലിനാണ്. എങ്കിൽ ശരി ബാബുമോൻ ഫ്രാങ്ക്ലിനെ. നീ ഇപ്പോൾ സിറ്റി എക്സ്പ്ലോറേഷൻ അല്ലേ? അതെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവോ? അതിന് വേണ്ടി നീ ആ മ്യൂസിക് ഫെസ്റ്റിലോട്ടൊന്ന് വരണേ. അവിടെ കുറച്ച് പ്രോഗ്രാമും സംഭവമൊക്കെ ഉണ്ട്. ശരി മാഡം, നല്ലതായിട്ട് സിറ്റിയൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്ന മാഡം, സൂപ്പർ സിറ്റി. ശരി മോനെ. അല്ല, നീ പാരീസ് ടവറൊക്കെ കണ്ടോ? പാരീസ് ടവറോ? ഏത്? ഈഫിൽ ടവറോ? അയ്യോ സോറി മോനെ, ഈഫിൽ ടവർ ഞാൻ പാരീസ് ടവർ എന്നൊക്കെ പറഞ്ഞു. ശരി മാം, കുഴപ്പമില്ല. അവിടെ ജിമ്മൊക്കെ ഉണ്ടല്ലോ മാഡം. എനിക്ക് ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ജിം എക്യുപ്മെൻറ്റ്സ് തരാം. വേണ്ട മോനെ, റെയിൽവേ സ്റ്റേഷനൊക്കെ ബിഗ് ആക്കി. നീ കണ്ടോന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് മെട്രോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു അഭിമാനമാണ് മോനെ. കാരണം നമുക്ക് എന്താണ് സിമിയോൾ എന്ന് പറഞ്ഞാൽ ആരാണ്ട് കൊല്ലാനൊക്കെ പറ്റി നമ്മുടെ ദേശദ്രോഹിയായ. നന്ദിയുണ്ട് മോനെ, നന്ദിയുണ്ട്. അതൊന്നും വേണ്ട മാഡം, കുഴപ്പമില്ല. നീ ഇപ്പോൾ വേഗം മ്യൂസിക് ഫെസ്റ്റിലോട്ട് വാ. നിനക്ക് അവിടെ സ്പെഷ്യൽ സീറ്റൊക്കെ ഉണ്ട്. അവിടെ പിന്നെ കുറേ പാർട്ടിയും ഉണ്ട്. വേഗം വാ. ഓക്കെ മാം. ഓക്കെ ഗൈസ്, ഇവിടുത്തെ എന്തോ മ്യൂസിക് ഫെസ്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത്. നമുക്ക് മ്യൂസിക് ഫെസ്റ്റിൽ പോകാം. എത്തി.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കുറേ നേരം മ്യൂസിക് ഫെസ്റ്റ് വന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ്. ഇവിടെ പിന്നെ കുറേ ആൾക്കാരുണ്ട്, ചിലവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നിന്നിട്ട് ഡാൻസ് കളിക്കുന്നത്, അവരങ്ങ് എൻജോയ് ചെയ്യുവാണ്. പിന്നെ ഈ കോട്ടിട്ട സാധനം നിന്ന് ഇവിടെ പിയാനോ എന്തൊക്കെയോ ഗിത്താറൊക്കെ കിടന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡാൻസ് കളിച്ചിപ്പോൾ ഏകദേശം ഇപ്പം എന്താണ് 6 മണിയൊക്കെ ആയി വരുന്നു രാവിലെ. അത്രയ്ക്കും ഡാൻസ് ആയിരുന്നു, രാവിലെ തൊട്ട് ഡാൻസ് ആയിരുന്നു. അപ്പം എല്ലാവരും ഡാൻസ് കളിച്ചത് സുഖിക്കുമല്ലോ. അതെ അതെ ഫ്രാങ്ക്ലിൻ, ബാബമാൻ ഫ്രാങ്ക്ലിൻ, അപ്പോൾ എല്ലാവരും നല്ല സുഖിച്ച് ഡാൻസ് കളിക്കുവാണ്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ എക്സ്പ്ലോറേഷനൊക്കെ സൂപ്പറായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ മേയർ മാം വന്നിട്ടില്ല. മേയർ മാം ഇപ്പോഴും പ്ലാനിങ്ങിലാണ്. നമ്മുടെ GTFൽ ബോംബൊക്കെ ഇടുന്നതിൻ്റെ പ്ലാനിങ് ആയിട്ട് പോവുകയാണ്. കുഴഞ്ഞ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാം എൻ്റെ പൊന്നെ. എന്താ കുമാർ ഡാൻസൊക്കെ കളിക്കുന്നില്ലേ? അതെ അതെ, എനിക്ക് പിന്നെ BGM അടിക്കാൻ അറിയാവുന്നതുകൊണ്ട് അതും കൂടി ചെയ്യാം. സുഗുണ എന്തൊക്കെയുണ്ട്? ഹലോടാ ബാബു മോനെ, സുഖമല്ലേ? സുഖമൊക്കെ തന്നെ, പിന്നെ പരമസുഖമല്ലേ? ഓക്കെ, അപ്പോൾ രാവിലെ നമ്മുടെ സിറ്റി കാണാൻ വേറെ ലെവൽ കേട്ടോ. ഇനി നമ്മുടെ സിറ്റി ഇപ്പോൾ ഭയങ്കര മേളിലോട്ടായിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിക്കണം. വിളിച്ച് അവനെ കുറച്ച് പറയാം. അയ്യോ എൻ്റെ പൊന്നെ, രാവിലെ തന്നെ ശുഭമുഹൂർത്തമായിട്ട് തറയെ വീണു. എൻ്റെ പൊന്നെ, ഇതെന്തോടെ ലിപ്സ്റ്റിക്ക് വീണതുപോലാണല്ലോ. എൻ്റെ ചോരയൊക്കെ ഭയങ്കര ചുമന്നിരിക്കുന്നു. ഹലോ ഫ്രാങ്ക്ലിനെ, കേൾക്കാവോ? ഹലോ, ആരാ? ഞാൻ തന്നെ ബാബുമോൻ ഫ്രാങ്ക്ലിൻ, നിൻ്റെ ചേട്ടൻ. എന്താ ഇപ്പോൾ വിളിച്ചത്? എന്തെങ്കിലും ഉണ്ടോ? ഹലോ, ആൾക്കാരെ വിടാനാണോ പ്ലാൻ? അല്ല, നീ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണാം ഞങ്ങളുടെ സിറ്റിയുടെ ഇനാഗുറേഷൻ. കണ്ട് അതും കണ്ടുകൊണ്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾ അത് പോയിക്കൊണ്ടിരുന്നേ. ഇപ്പം നിനക്ക് എന്തോ തോന്നുന്നു? നിൻ്റെ സിറ്റിയുടെ അത്രയും വളർന്നുകൊണ്ടിരിക്കുമല്ലേ ഞങ്ങളുടെ സിറ്റിയും. അതൊക്കെ അറിയാം. നിങ്ങളെന്താ ഇങ്ങനെ കിടന്നങ്ങ് ഓവർ സ്മാർട്ട് അടിക്കല്ലേ? ഞങ്ങളുടെ കയ്യിലിപ്പോൾ എത്ര ആറ്റം ബോംബ് ഉണ്ടെന്ന് അറിയാം. അതൊന്നും കേട്ടാൽ നിങ്ങളുടെ സിറ്റി എപ്പോൾ തീർന്നെന്ന് ചോദിച്ചാൽ മതി. അങ്ങനൊന്നും വേണ്ട. ഞങ്ങളുടെ കയ്യിൽ എൻ്റെ കൂട്ടുകാരൻ സുഗുണൻ, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അവൻ എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടാൽ നീ ഇവിടുന്ന് ഓടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ അവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതെന്താണ്? അത് നീ ഒന്നും നോക്കണ്ടടാ, അത് ഞങ്ങൾ തന്നെ ചെയ്തു വെച്ച പണിയാണ്. അപ്പോൾ ഈ റാമ്പൊക്കെ നീ ഉണ്ടാക്കി വെച്ചതാണോ? നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഞാനേ മറ്റേ സിമിയോണിനെ വിട്ടപ്പോൾ സിമിയോൺ വന്നുകൊണ്ടിരുന്ന വഴിയിൽ നിങ്ങളുടെ മേയറിൻ്റെ വീട്ടിൽ കയറി കാർ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സിറ്റി ഉണ്ടാക്കുന്ന മാപ്പിൽ ഇതേപോലത്തെ കുറച്ച് പണിയൊക്കെ ചെയ്തു വെച്ച്, അത് കാരണം റാമ്പൊക്കെ നിങ്ങളുടെ സിറ്റിയുടെ നടുക്ക് തന്നെ വന്നുകയും ചെയ്ത്. അതാണ് നിങ്ങളുടെ സിറ്റിയുടെ മെയിൻ പ്രോബ്ലം. പോകുന്ന വണ്ടിയെല്ലാം ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്യും. എടാ, നീയാണ് ഇതൊക്കെ ചെയ്തത്. നീയാണ് അസൽ ദേശദ്രോഹി. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തെങ്കിലും ഓട്ടെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലിച്ചിൻ്റെ ഗ്രനേഡ് ഉണ്ട്. അതുമല്ലോ എടുത്ത് നിൻ്റെ നാട്ടിൽ ഇട്ടാൽ നിൻ്റെ നാട് നീയും തീർന്ന്. അപ്പോൾ എനിവേസ് ഇത്രയേ ഉള്ളൂ. നീ ഒന്ന് വെച്ചിട്ട് പോവോ? ശരി. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അവനെയും കൂടി വിളിച്ചിട്ട് ഭീഷണിയൊക്കെ പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഡാൻസ് തീർന്നില്ലേ? അയ്യോ, നിങ്ങൾ ഡാൻസൊക്കെ നിർത്തി വീട്ടിൽ പോടേ. രാവിലെ ഇപ്പോൾ 7 മണിയായി. 7 മണിയായി. വീട്ടിൽ പോയി എന്തെങ്കിലും തിന്ന്. അയ്യോ, ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ? നമ്മളിപ്പോൾ GTA സിറ്റിയുടെ അത്രയും വളർന്നിട്ടില്ലേ? അയ്യോ, ആഘോഷിച്ചതൊക്കെ മതി. അപ്പോൾ ഗൈസ്, മേയർ മാഡം വിളിക്കുന്ന. ഹലോ മേയർ മാഡം, നമുക്ക് വണ്ടിയിൽ നിന്നോട് സംസാരിക്കാവേ. ചേട്ടാ, വണ്ടിയിലും കയറാൻ വയ്യ. ഹലോ മേയർ മാഡം, എന്താ മേയർ മാഡം വിളിച്ചത്? ബാബുമോൻ ഫ്രാങ്ക്ലിനെ സുഖമല്ലേ? സുഖവും മാഡം. പക്ഷെ നിങ്ങൾ അറിഞ്ഞില്ലേ മാഡം, നമ്മുടെ നാട്ടിൽ മറ്റേ ഈ ഇതുപോലത്തെ റാമ്പൊക്കെ വെച്ചിട്ട് ഫ്രാങ്ക്ലിൻ ഞാൻ റാമ്പിൻ്റെയൊക്കെ സംഭവമൊക്കെ ചെയ്തു വെച്ചത് മാഡം. അവൻ നമ്മളെ പറ്റിച്ച് മാഡം. അയ്യോ, അതെനിക്ക് അറിയാമായിരുന്നടാ. ഞാനത് നോക്കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് നോക്കാൻ ടൈം കിട്ടിയില്ലടാ, സോറി. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ ഗ്ലിച്ചും സംഭവമൊക്കെ അവർ ആഡ് ചെയ്തെങ്കിലും നമ്മളും ഭയങ്കരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമല്ലേടാ. അതേ, മുന്നേറമാണ് മാഡം, മുന്നേറമാണ്. അപ്പം നമ്മുടെ ഒരു IPLോ ഫുട്ബോളോ എന്തെങ്കിലും ഈ സ്റ്റേഡിയത്തിൽ നടത്തണ്ടേ? ആണടാ. പിന്നെ നീ എപ്പോഴും കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ടല്ലായിരുന്നോ മറ്റേ വെപ്പൺസൊക്കെ മേടിക്കേണ്ടത്? ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ നീ ഇവിടെ ഒരു RGS ടൂള് കണ്ടില്ലേ? RGS ടൂള് എവിടെ? നീ നോക്ക്, നമ്മുടെ ഡെവലപ്പറിൻ്റെ തന്നെ കടയാണ് RGS ടൂൾ എന്ന് എഴുതിയിരിക്കുന്നത്. അയ്യോ, അത് RGS ടൂളല്ല മാഡം, ടൂൾ ഷോപ്പാണ്. എന്തെങ്കിലും ശരി, അത് നമ്മുടെ ബാബുവിൻ്റെയാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ മുതലാളി ബാബു ഇല്ലേ, അവിടെ ആമുനേഷനൊക്കെ ഉണ്ട്. നിനക്ക് ഈ കടയിൽ കയറിയിട്ട് ആമുനേഷനൊക്കെ ചെയ്യാം. ഇവിടെ മ്യൂസിക് സ്റ്റോറും. അപ്പോൾ സുഖമാണല്ലോ മാഡം, നല്ല സെറ്റപ്പിലാണ് നമ്മുടെ. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് വല്ലതും പ്രോഗ്രാം ഉണ്ടോ? ഇല്ലടാ, അത് പിന്നെ വരുന്ന ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെട്രോ ഒക്കെ
സുഖമായിട്ട് പോകുന്നത്? അതല്ലേ ഞാൻ മെയിൻലി ചോദിക്കണ്ടേ. പിന്നെ ഈ ഈഫിൽ ടവർ എന്തിനാണ് മാം ഇവിടെ കൊണ്ടുവന്നത്? അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പാരീസിൽ പോയി 2-3 ഹെലികോപ്റ്റർ വെച്ച് ഈ ഈഫിൽ ടവർ അങ്ങ് പൊട്ടിച്ചെടുത്തോണ്ട് വന്ന് ഈഫിൽ ടവർ ഇവിടെ അങ്ങ് നട്ട്, അത്രേ ഉള്ളൂ. മാം അപ്പോൾ പാരീസിലെ ആൾക്കാർ ഇവിടെ വന്ന് നമ്മളെ പിടിക്കത്തില്ലേ മാം? അയ്യോ അതൊന്നും ഇല്ല ഫ്രാങ്ക്ലിൻ, എൻ്റെ ബുദ്ധി എന്തോ വിചാരിച്ചേ. ഞാൻ എത്ര നാളുകൊണ്ട് ഇവിടുത്തെ എന്താണ് മേയറാ. ഓ മാം, അപ്പോൾ ഇത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് നമുക്കപ്പോൾ. അപ്പോൾ എങ്ങനെയാ മാം, നമുക്കിനി ഇവിടെ കുറച്ചും കൂടി അഗ്രികൾച്ചറൊക്കെ പൊക്കണ്ടേ? അതെ മാം, അതേ ഫ്രാങ്ക്ലിനെ പൊക്കണം. അപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ്റെ വീഡിയോ ഇത് ലൈക്ക് ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുമാത്രമല്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ചെയ്താലേ അടുത്ത വീഡിയോയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ അപ്ഗ്രേഡ് ചെയ്ത്, നമ്മളുടെ മെട്രോ അപ്ഗ്രേഡ് ചെയ്ത്, നമുക്ക് പിസയൊക്കെ ഷോറൂം അപ്ഗ്രേഡ് ചെയ്ത്, പിന്നെ നമ്മുടെ സ്വന്തം എന്താണ് ഇവൻ്റെ വീട് വരെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വീടോ? എന്തിന്? അല്ല മാം, എൻ്റെ പഴയ വീട്, നമ്മുടെ പഴയ റെയിൽവേ സ്റ്റേഷനൊക്കെ എന്ത് ചെയ്യേ? അത് ഞാൻ ചിന്തിച്ചതേ ഇല്ല. അതെവിടെ മാം? ഓ, അതൊക്കെ ഞങ്ങൾ പൊളിച്ച് കളഞ്ഞ്. അയ്യോ, പൊളിച്ചാ? എന്തിനു മാം? അപ്പോൾ വില്ലേജൊക്കെ പൊളിച്ചേ കളഞ്ഞ്. അയ്യോ മാം, അത് ചെയ്യണ്ടായിരുന്നു. കാരണം വില്ലേജൊക്കെ കുറേ ആൾക്കാരുടെ വീടിൻ്റെ ആശ്രയമല്ലായിരുന്നു മാം. അവർക്കൊക്കെ ഞങ്ങൾ വലിയ വലിയ വീട് വെച്ചു. അല്ല, നമ്മുടെ പോലീസ് സ്റ്റേഷൻ എന്തേ മാം? പോലീസ് സ്റ്റേഷനാണ് നിൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നത്. ഓ, ഇത് കൊള്ളാലോടേ. ഓ ഗൈസ്, അവിടെ വലിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട്. നമുക്കിവിടെ വല്ലതും ജോലിയൊക്കെ സെറ്റാക്കി തരുമോ മാം? ജോലിയാ? എങ്കിൽ ശരി, നീ ഇനി മുതൽ ഈ സൂപ്പർ മാർക്കറ്റിൽ സാധനം നമ്മുടെ പാർസലായിട്ട് വിൽക്കുന്ന ആളായിട്ട് ജോലി ചെയ്തോ. താങ്ക് യു മാഡം. അപ്പോൾ നമ്മുടെ സിറ്റി വേറെ ലെവലാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്ന റാമ്പൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഒന്ന് മാറ്റണേ മാം. നോക്കാം ഫ്രാങ്ക്ലിനെ. അപ്പോൾ ശരി ഫ്രാങ്ക്ലിനെ, പിന്നെ വിളിക്കാം. ഓക്കെ മാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ വലിയൊരു ടോക്കൊക്കെ ചെയ്ത് ഞങ്ങളിപ്പോൾ വലിയൊരു പ്ലാനിലൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇനി മുതലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് IBD3Dയുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. താങ്ക് യു.